ഈ ശിശുവാടികകളിൽ കുട്ടികൾക്ക് കൃത്യമായ ഒരു സിലബസ് ഓറിയന്റ് ഇന്നത് പഠിക്കണം, ഈ ഒരു വയസ്സാവുമ്പോഴേക്കും ഇന്നത് പഠിച്ചിട്ടായിരിക്കും ആ കുട്ടി 1-ാം ക്ലാസ്സിൽ എത്തുന്നത്. അങ്ങനെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ശിശുവാടിയിൽ പഠിക്കണം അല്ലെങ്കിൽ ബാലവാടിയിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ പാഠപുസ്തകം പഠിക്കുക, അക്ഷരം പഠിക്കുക എന്നുള്ള രീതിയല്ല. അത് ശിശുവാടിക 1-2 അല്ലെങ്കിൽ അംഗനവാടി 1-2 എന്ന് പറഞ്ഞാൽ അതായത് സംസ്ഥാനങ്ങൾക്ക് പറയാം. പൊതുവെ ബാലവാടി എന്ന് പറയുന്നു. അതിൽ 1-2 വർഷങ്ങളിൽ കുട്ടികൾക്ക് പാഠപുസ്തകമൊന്നുമില്ല. അധ്യാപകർക്കാണ് പുസ്തകം, അധ്യാപികമാർക്കാണ് പുസ്തകം. കുട്ടികൾക്ക് പഠന സാമഗ്രി, ജാഡൂക്ക പിതാർ, ഒരു മാന്ത്രിക പെട്ടി, അതിൽ നിരവധി കളികൾ ഉണ്ടാക്കാൻ പറ്റുന്ന, അതിന് ശേഷം അതുപോലെ പലതും നമ്മുടെ ഈ അധ്യാപക സഹായിയിൽ ഇത് ഉപയോഗിക്കാനും ആ പ്രാദേശിക തലത്തിൽ നമ്മൾ പണ്ട് കുട്ടികൾ എങ്ങനെയാണോ നമ്മുടെ ശിശുവാടിയെക്കുറിച്ചുള്ള ബാലവാടിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം വീട് തന്നെ വിദ്യാലയം ആയിരുന്നു പണ്ട് എങ്കിൽ വിദ്യാലയം ഇന്ന് വീടായിട്ട് അനുഭവപ്പെടണം. അതുപോലെ പണ്ട് വീടുകളിൽ അവരുടെ സമപ്രായക്കാർ, പിയർ ഗ്രൂപ്പുകൾ എന്തൊക്കെ കളികളായിരുന്നു കളിച്ചിരുന്നത്, ആ കളിയിലൂടെ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നത്, ആ രീതിയിലുള്ള ഒരു മൊഡ്യൂളാണ് കഥ പറയൽ, പാട്ട് പാടൽ, ഇത്തരം കാര്യങ്ങൾ. അക്ഷരം പഠിക്കുന്നതിനപ്പുറമായിട്ട് കുട്ടിയുടെ സംസ്കാര പ്രക്രിയയാണ്, കുട്ടിയുടെ ബുദ്ധിയിലെ വികാസം. കുട്ടി ആക്ടിവിറ്റി ഓറിയൻറ്റഡാണ്, കുട്ടി കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള നിരവധി ചെറിയ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യേണ്ടത്. ചിലത് വീട്ടിൽ ചെയ്യേണ്ടതാണ്, ചിലത് വഴിയിൽ കൂടെ ചെയ്യേണ്ടതായിരിക്കും, ചിലത് സ്കൂളിൽ ചെയ്യേണ്ടതായിരിക്കും. അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലാണല്ലോ, അതായത് സംസ്ഥാനങ്ങൾക്ക് ഒരു സ്വാധീനമുണ്ട് വിദ്യാഭ്യാസത്തിൽ. ഇപ്പോൾ NCERT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി, പക്ഷേ എല്ലാ വിദ്യാലയങ്ങളും NCERT പാഠപുസ്തകങ്ങളാവില്ല ഉപയോഗിക്കുക. SCERT ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ SCERTയുടെ സിലബസിൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പാഠപുസ്തകം. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിച്ചാലും അത് എത്രത്തോളം സംസ്ഥാനങ്ങളിലൊക്കെ അത് നടപ്പിലാക്കാൻ സാധിക്കും? ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, അധിക സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്വതന്ത്രമായിട്ടുള്ള ബോർഡുകളുണ്ട്. അതിനുശേഷം ചില സ്ഥലത്ത് അല്ലാത്ത ചില ബോർഡുകളുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ NIOSൻ്റെ ബോർഡുണ്ട്, CBSE ബോർഡുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഭാരത ശിക്ഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുരുകുല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാതൃക എന്ന രീതിയിലാണ് ദേശീയ തലത്തിലെ NCERT, NCFും പാഠപുസ്തകങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവരുടെ നെറ്റ്വർക്ക് ഭാരതത്തിൽ മൊത്തമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ സ്റ്റേറ്റ് ബോർഡ് പഠിക്കുന്നു, ഒപ്പം തന്നെ ഇവിടുത്തെ CBSE ബോർഡുകളിൽ നിന്ന് നവോദയ പഠിക്കുന്നു, കേന്ദ്ര വിദ്യാലയങ്ങൾ പഠിക്കുന്നു, CBSE വിദ്യാലയങ്ങൾ പഠിക്കുന്നു. ഈ വിദ്യാലയങ്ങളിലൂടെ എല്ലാ സംസ്ഥാനത്തും ഇതെത്തുന്നു. അപ്പോൾ സംസ്ഥാനവും SCERTയും NCERTയും തമ്മിൽ സ്വതന്ത്രമായ സംവിധാനങ്ങളാണെങ്കിലും അവരും അതിനനുസരിച്ച് അത് മാനകവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമുള്ള സ്ഥിതിയല്ല, എല്ലാ സംസ്ഥാനത്തും ആ കാലഘട്ടത്തിൽ ലോകത്തെയും ഭാരതത്തിലെയും പുതിയ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇതേവരെ എങ്ങനെയായിരുന്നു അവിടെ വരുന്നതനുസരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നിരുന്നു, അതിൽ ഉണ്ടാകും. ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകൾ എല്ലാം മാനകമായി സ്വീകരിക്കുക ഈ ദേശീയ തലത്തിലുള്ള സിലബസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ആ ഒരു നിലവാരം എല്ലാവർക്കും വേണം. രണ്ടാമത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേകൾ നടത്തിയിരുന്നു. ഇപ്പോൾ അതിനെ പരക്ക് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് NCERTയാണ് ചെയ്യുന്നത്. എല്ലാ പ്രദേശങ്ങളിലുള്ള ഒരു സമാനത കൊണ്ടുവരാനും കുറവുള്ള മേഖലകളിൽ മറ്റ് പല രീതിയിലും അതിൽ ഇടപെടാനുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠന നിലവാരത്തിലേക്ക് അവിടുത്തെ പ്രാദേശിക വിഭവങ്ങൾ ചേർത്തുകൊണ്ടുള്ള SCERT സംവിധാനത്തിലും ദേശീയ തലത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നിലവാരം എത്തിക്കാൻ സാധിക്കും.